ഉണ്ടാക്കും, പ്രശ്നം ഞങ്ങളും ഉണ്ടാക്കും. രോഗിയോട് അങ്ങനെ പറയാം. ഞാൻ ഞങ്ങളുടെ ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥിതി അനുസരിച്ച് ആരെങ്കിലും ചൂഷണം ചെയ്ത നമുക്ക് കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കാം. തിരുവനന്തപുരത്ത് സമരാനുകൂലികളുടെ പ്രതിഷേധ പ്രകടനം തുടരുന്ന സാഹചര്യം കൂടിയാണുള്ളത്. അവന്മാര് പേരുണ്ടാക്കാനല്ലേ ഈ പരിപാടി ചെയ്യുന്നേ. പക്ഷേ ചാനലിന് കൂടുതൽ പേര് കിട്ടുക ഇപ്പൊ നടക്കാൻ പോകുന്ന പരിപാടി കവർ ചെയ്താണ്. മനസ്സിലായ? അടപ്പിക്കൂന്ന് പറഞ്ഞ എന്ത് വില കൊടുത്തും അത് അടപ്പിച്ചിരിക്കും. തിരുവനന്തപുരത്തെ ഒരു ചായക്കട ബലം പ്രയോഗിച്ച് തന്നെ സമരാനുകൂലികൾ അടയ്ക്കുന്നു. കടകൾ അടപ്പിക്കുക, നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് വട്ടം ചുറ്റിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത കുളിർമ തന്നെയല്ലേ. നമുക്ക് രണ്ട് കുട്ടികളടക്കം എന്താണിത് എന്നറിയാതെ കൗതുകത്തോടെയൊക്കെ നോക്കി നിൽക്കും. സെയിൽ ടാക്സ് കൊണ്ട് കട റെഡി ആക്കും. അതിന് 100 ജന്മം ജനിക്കണം. എന്നാ പിടിക്കാൻ എന്തിന് വെറുതെ വിളിച്ചാ നന്നായി മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. മിസ്റ്റർ ഐവാൻ, നിങ്ങൾ കാലത്തിന്റെ ചുവരെടുത്തിന് മുന്നിൽ പുറംതിരിഞ്ഞ് നിൽക്കരുത്. ഇത് ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചാൽ നീ ഒരു പുല്ലും ചെയ്യില്ല. ഈ നിൽക്കുന്ന ഈ യാത്രക്കെല്ലാം കൂടെ നീ ഒരു പുല്ലും ചെയ്യില്ല. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. എന്താ തോന്നിയാസമാണ് എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. നിങ്ങൾ എന്താ കാണിക്കണേ? ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. എനിക്ക് എയർപോർട്ടിൽ എത്തണം. വേറെ എവിടെയാണെങ്കിലും ഞങ്ങൾ വിട്ടാണ്, പക്ഷേ എയർപോർട്ട് അത് ഞങ്ങൾ സമ്മതിക്കും. രോഗം വന്നത് ചോദിച്ചിട്ടുണ്ടോ? നോട്ടീസ് അടിച്ചോണ്ട് രോഗം തന്നെ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം. കഷ്ടം. നിങ്ങൾ ഇത്ര തർക്കിച്ചോണ്ട് വിടില്ല. അതൊന്ന് കാണണമല്ലോ. നീയാണല്ലോ കോടതി. പോലീസ് എന്നൊരു വിഭാഗമേ ആ ഭാഗത്തില്ലേ എന്നതാണ്. അനീതി പ്രവർത്തിക്കുന്നതിനേക്കാള് അത് കണ്ടു നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ കുറ്റവാളി. ആ അർത്ഥത്തില് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളികള് ഇവിടുത്തെ പോലീസുകാർ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.